നിങ്ങളുടെയൊക്കെ ഒരു പക്ഷേ റോൾ മോഡൽ ആയിരിക്കുമല്ലോ. അതെ അതെ അതെ. VS നമ്മളൊരു ആരാധനയോടെ കാണുന്നൊരു നേതാവായിരുന്നു. അപ്പം വളരെയധികം വിഷമമുണ്ട് VSന്റെ വിയോഗത്തിൽ. നമ്മൾക്ക് ഏറ്റവും ആവേശം തന്നൊരു നേതാവാണ്. നമ്മളെ ഈ സംഘടനയിലോട്ട് CPM സംഘടനയിലോട്ട് ഈ സംഘടനയിലോട്ട് വരാൻ വേണ്ടി പ്രചോദനം നൽകിയൊരു നേതാവാണ് VS എന്ന് പറഞ്ഞത്. അതുതന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ ഈ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രായഭേദമന്യേ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ CPM എന്ന സംഘടനയിലേക്ക് പ്രവർത്തകരെ, പ്രായഭേദമന്യേ പ്രവർത്തകരെ ആകർഷിച്ചതിലൊരു പ്രധാന ഘടകമായിരുന്നു VS എന്ന് പറയുന്നത്. VSനെ ഒന്ന് കാണാനായിട്ട് നിൽക്കുകയാണ്. എന്താ VSനെ കുറിച്ച് ഒരു ഓർമ്മ എന്ന് പറയുന്നത്? VS എന്ന് പറഞ്ഞൊരു ആവേശമാണ്. നമ്മുടെ ഒരു സഖാവ് ഇവിടെ പറയുകയാണ് തലസ്ഥാനത്തോട്. പലർക്കും വാക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട് VSനെ ഒന്ന് കാണുന്നതിന് വേണ്ടി. അധികം വൈകാതെ തന്നെ വളരെ വേഗത കുറച്ച് ആണ് വരുന്നത്. നേരത്തെ ഒരുപക്ഷെ വേഗതയിൽ കടന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും നിർത്തി സമയമെടുത്ത് തന്നെയാണ് അവസാനത്തെ ആളിനെയും കാണിച്ചതിന് ശേഷമാണ് പോകുന്നത്. VSനെ കാണാനായിട്ട് നിൽക്കുകയാണ്. എന്താണ് VSനെ കുറിച്ചൊരു ഓർമ്മ എന്ന് പറയുന്നത്? അപ്പോൾ അത്തരത്തിലാണ്. അതായത് ഈ പ്രവർത്തകരെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ്. CPM DYFI പ്രവർത്തകർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ ഇത് നിയന്ത്രിക്കുന്നത്. വലിയ ഒരു ഫ്ലെക്സ് ഉൾപ്പെടെ ഇവിടെ VSനെ വിട പറഞ്ഞുകൊണ്ട് വലിയൊരു ഫ്ലെക്സ് ഉൾപ്പെടെ ഈ കേശവദാസപുരം ജംഗ്ഷനിലെ കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലാണ്. അതായത് ഈ റോഡിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നേരത്തെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കണ്ടതെങ്കിൽ എത്രത്തോളം നീളത്തിൽ ഇവിടെ പ്രവർത്തകർ VSനെ അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നത് കാണാം. VSനെ കാണാനുള്ള ഒരു കാത്തിരിപ്പാണ്. അത്രേ ഉള്ളൂ. ഒരു മടങ്ങി വരവില്ല, വേറെ ഒന്നുമില്ല. സഖാവ് ലാൽ സലാം, ലാൽ സലാം സഖാവേ ലാൽ സലാം. അത് തന്നെയാണ് സൈഫുദ്ദീനെ ആളുകൾക്ക് പറയാനുള്ളത്. ലാൽ സലാം ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു കാലഘട്ടത്തിന് മുഴുവൻ, ഒരു നൂറ്റാണ്ടിനെ പഠിപ്പിച്ചു നൽകിയ ഒരു വ്യക്തിയാണ്. 85 വർഷമായി CPMന്റെ പാർട്ടി അംഗമായി ഇരുന്ന ഒരു വ്യക്തി. 8.5 പതിറ്റാണ്ട് എങ്ങനെ ആയിരിക്കണം താൻ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും പോരാടുമ്പോഴും തൻ്റെ ആദർശങ്ങളിൽ നിന്നോ കമ്മ്യൂണിസത്തിൽ നിന്നോ ഒരല്പം പോലും വിട്ടുമാറാൻ തയ്യാറാകാത്ത ഒരു നേതാവായിരുന്നു. അത് തന്നെയാണ് ആളുകൾക്കെല്ലാം. ചേട്ടാ, VSനെ ഒന്ന് കാണാൻ കാത്തിരിക്കുക അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ഒരു ഓർമ്മ? തൊഴിലാളികളെയൊക്കെ ചേർത്ത് പിടിച്ചൊരു നേതാവല്ലായിരുന്നോ? തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ആളാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല കഴിവും തൊഴിലാളികൾക്ക് വേണ്ടി അങ്ങേറ്റം വരെ ശ്രമിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. എന്തായാലും തലസ്ഥാനത്തിനോട് VS വിട പറയുമ്പോൾ അത് VS തൻ്റെ പ്രവർത്തന മേഖലയിൽ ആളുകൾക്കൊപ്പം, അതായത് ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു VS. അപ്പോൾ VSന്റെ ഒരു മടക്കമെന്ന് പറയുന്നത് ആ ഒരു ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ എന്ന് തെളിയിക്കുകയാണ്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, അതായത് 100 കണക്കിന് ആളുകളാണ് കേശവദാസപുരം ജംഗ്ഷനിൽ VSനെ യാത്രയാക്കുന്നതിന് വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്നത്. സൈഫുദ്ദീൻ. VSന് തലസ്ഥാനം യാത്ര പറയുകയാണ്. അത്രയധികം ആളുകൾ, കുഞ്ഞുങ്ങളുമായി എത്തുന്നവർ, യുവാക്കൾ, പ്രായമായവർ, അത്രയധികം ആളുകളാണ് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത്. അതുപോലെ തന്നെ റോഡിന്റെ ഇരുവശത്തുമായി നിരവധി ആളുകൾ VSനെ യാത്രയാക്കാൻ, തലസ്ഥാനത്ത് നിന്ന് VSനെ യാത്രയാക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിലായ ആളുകൾ VSനെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നു. തലസ്ഥാനം വിടാൻ തന്നെ, തിരുവനന്തപുരം വിടാൻ തന്നെ അത്രയധികം സമയമെടുക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്, VSനെ യാത്രയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.